മഹേഷ് പോലൂർ കൂടി ചേരുന്നുണ്ട്. മഹേഷ്, ഈ വെള്ളത്തിൽ കൂടുതൽ വെള്ളം ആയി ഒഴുക്ക് കൂടുന്നു എന്നൊക്കെയുള്ള വിവരമാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മഴ ഇപ്പോഴും തുടരുകയാണോ? ഈ ചെളിയും പാറക്കെട്ടുകളും ഒക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ ആ ഭാഗത്തേക്ക് പോകാൻ കഴിയാത്തതുകൊണ്ടാണോ തിരിച്ചിങ്ങോട്ട് എത്തുന്നത്? ധന്യ, തീർച്ചയായും ഞങ്ങള് മുണ്ടക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയ ശേഷം മുണ്ടക്കയിൽ നിന്ന് ഞങ്ങൾ സാജിദ് അജ്മൽ നിൽക്കുന്നതിന്റെ നേരെ മറുകരയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഈ ഭാഗത്ത് ഞങ്ങൾ നിൽക്കുന്ന സമയത്ത്, രാവിലെ പോകുന്ന സമയത്ത് ഈ പാലത്തിന്റെ മുകളിൽ ഇത്ര വെള്ളം ഉണ്ടായിരുന്നില്ല. വലിയ പ്രയാസങ്ങളില്ലായിരുന്നു. ഞങ്ങൾക്ക് നടന്നു വരാൻ പറ്റുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കൂടിയ കാഴ്ചയാണ് കാണുന്നത്. ഞങ്ങൾ നേരത്തെ മുണ്ടക്കയിൽ മുകളിൽ നിൽക്കുന്ന സമയത്തും ഞാൻ ഷംസീറും സംസാരിക്കുന്ന സമയത്തും ഷംസീർ രാവിലെ വന്നപ്പോൾ പോലും ഇത്ര വെള്ളക്കെട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വെള്ളത്തിന്റെ കുത്തൊഴുക്ക്, നീരൊഴുക്ക് കൂടിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഒരു ചെറിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നത്, ചെറിയൊരു പ്രതിസന്ധി ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം രണ്ട് കരകളിലുമായി ഞങ്ങൾ നിൽക്കുകയാണ്. അവിടെ ഇപ്പോൾ സേനാ ഉദ്യോഗസ്ഥർ മാത്രമാണ് ആ പാലം കടന്നു പോകുന്നത്. കാരണം ആ പാലത്തിന് മുകളിലൂടെ കടന്നു പോകുന്ന വെള്ളത്തിലും ഒഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ ആളുകളെ, അല്ലെങ്കിൽ അതിൽ എക്സ്പെർട്ട് അല്ലാത്ത ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു റിസ്ക് ഉണ്ട്. ആ റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരെയും ഈ കരയിലേക്ക് മാറ്റി നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ? ഞാനിപ്പോൾ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, അവിടെ ഒരാളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് നടക്കുന്നില്ല. വലിയ ഒഴുക്ക്, അവിടെ ഒരു വലിയ ഒഴുക്ക് തന്നെ അവിടെ ഉണ്ട്. അതൊരു പ്രശ്നം തന്നെയാണ്. എന്തായാലും രണ്ട് കരകളിലായി ഞങ്ങൾ നിൽക്കുകയാണ്. മുണ്ടക്കയില് ഒരു നേരിയ ആശ്വാസം മുണ്ടക്കയിലുള്ളത്, അവിടേക്ക് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുന്ന സമയത്ത്, അതായത് അവിടെ വൈദ്യുതിയോ മറ്റോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ എടുത്ത ദൃശ്യങ്ങളുണ്ട്, അതെല്ലാം തന്നെ പ്രേക്ഷകർക്ക് പങ്കുവെക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സമയത്തെല്ലാം മുകളിൽ ഞങ്ങൾ താഴേക്ക് വരുന്ന സമയത്ത് അവിടേക്ക് ഒരു ഹിറ്റാച്ചി വാഹനം അവിടേക്ക് കയറിപ്പോകുന്നത് ഞങ്ങൾ കണ്ടു. അതൊരു സൂചനയാണ്. കാരണം അവിടെ കുറെ കൂടി വളരെ പെട്ടെന്ന് അവിടെ രക്ഷാ ദൗത്യം പുരോഗമിക്കും എന്നുള്ള ഒരു കാര്യമാണ്. വെള്ളത്തിന്റെ ഒഴുക്ക് കാര്യമായി തന്നെ കൂടുകയാണ്. അത് ഞാൻ പറയാൻ കാരണം, ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന, അതായത് ഒരു 5 മിനിറ്റ് മുൻപ് പോലും ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന വെള്ളമല്ല, കുറെ കൂടി വെള്ളം ഉയർന്നു വരുന്നുണ്ട്. സുരക്ഷിത സ്ഥാനത്താണ് എല്ലാവരും ഉള്ളത്. പക്ഷെ എന്നാൽ പോലും ഈ മറുകര കടക്കുക എന്നുള്ളത് വലിയൊരു പ്രയാസമുള്ളൊരു കാര്യമായി തന്നെ ഉണ്ട്. സൈനികർ മാത്രമാണ് ഇപ്പോൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഈ കര കടന്നു പോകുന്നത്. കാരണം മുണ്ടക്കൈയുടെ അവസ്ഥ എന്താണെന്നാണ് പറയുന്നത്? ഇപ്പൊ പൂർണ്ണമായും തകർന്നു എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. നേരത്തെ മുഖ്യമന്ത്രിയുടെ യോഗത്തിലും അത്തരത്തിലൊരു വിലയിരുത്തലാണ് ഉണ്ടായത്. ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തണം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റാച്ചി പോകുന്നുണ്ട്, അതൊരു നല്ല കാര്യമായി നോക്കാം. പക്ഷെ മറ്റ് ഉപകരണങ്ങൾ, അവിടെ ഈ കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കട്ട് ചെയ്ത് വേണം ഈ അടിയിലായവരെ, പ്രത്യേകിച്ച് വലിയ പാറക്കല്ലുകളുണ്ട്, ഇതൊക്കെ മാറ്റുക എന്നത് വളരെ ദുഷ്കരമായിട്ട് കാര്യമാണ്. അവിടെ നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ്, കാലുറപ്പിക്കാൻ മണ്ണിൽ ആവുന്നില്ല എന്നുള്ള അവസ്ഥയിലൊക്കെയാണെന്നാണ് രക്ഷാപ്രവർത്തകർ പലരും പല വഴിയിലും പോയിട്ട് നോക്കിയിട്ട് പറയുന്നത്. അപ്പം അങ്ങോട്ട് കൂടുതൽ സാധനങ്ങൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകളാണോ, അതിനുള്ള ശ്രമങ്ങളാണോ നടക്കുന്നത്? തീർച്ചയായും തന്നെ അങ്ങോട്ടേക്ക് കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത്. ഹിറ്റാച്ചി ഒരു വാഹനമാണ് ഇതുവഴി കടന്നു പോയത്. ആ ഭാഗത്ത് ഒരു ജീപ്പ് മാത്രം, അതായത് ഈ ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സമയത്ത് ഒരു ജീപ്പ് മാത്രമാണ് ആ പ്രദേശത്ത് അവശേഷിച്ചത്. ആ ജീപ്പ് ഉപയോഗിച്ചാണ് ഇപ്പോൾ അവിടെ നിന്ന് താഴേക്കും മുകളിലേക്കുമൊക്കെ രക്ഷാപ്രവർത്തകർക്ക് വേണ്ട സൗകര്യവും അതുപോലെ തന്നെ മൃതദേഹങ്ങളൊക്കെ കിട്ടുമ്പോൾ താഴേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് ആ ഒരൊറ്റ ജീപ്പിലാണ്. ഒരൊറ്റ വാഹനം മാത്രമാണ് ആ കരയിലുള്ളത്. അവിടേക്ക് കുറെ കൂടി വാഹനങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ഒരല്പസമയം മുൻപാണ് അവിടെ താഴേക്ക് പോകുന്നത്. പക്ഷെ ആ സമയത്തും പറയട്ടെ, അവിടെ ഇപ്പോഴും വീടിനടിയിൽ അല്ലെങ്കിൽ മണ്ണിനടിയിൽ ഇപ്പോഴും നിരവധി പേരുടെ മൃതദേഹങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരുടെ ജീവൻ അതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓരോ തുരുത്തിലും അവിടെ രക്ഷാപ്രവർത്തകർ വീട് ഉണ്ടായിരുന്ന സ്ഥലമെന്ന് അനുമാനിക്കുന്ന സ്ഥലത്ത് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരച്ചിൽ നടത്തുമ്പോൾ കാണുന്ന ഒരു കാര്യം, ഇപ്പോൾ ഒരു കോൺക്രീറ്റ് പാളിക്കുള്ളിലൂടെ അല്ലെങ്കിൽ ഒരു വീടിന്റെ വെന്റിലേറ്ററിലായിരുന്ന ഒരു സ്ഥലത്തുകൂടെ താഴേക്ക് നോക്കുമ്പോൾ അവിടെ മൃതദേഹമുണ്ട് എന്ന സൂചന കിട്ടിയാൽ അവിടെ അത് ഹാമർ കൊണ്ട് പൊട്ടിച്ചാണ് ഇപ്പോൾ പോയത്. പക്ഷെ അതിനകത്ത് ആണെങ്കിൽ വലിയ കല്ലും മരങ്ങളും ഒക്കെ അടിഞ്ഞുകൂടി നിൽക്കുകയാണ്. നമ്മളാരും നിൽക്കുന്ന സ്ഥലം പോലും സുരക്ഷിതമായിരുന്നില്ല. ഏതോ കെട്ടിടത്തിന്റെ ഒരു മേൽക്കൂര എന്ന് തോന്നിക്കാവുന്ന വിധത്തിലുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങളെല്ലാം കാലുറപ്പിച്ച് നിന്നത്. പക്ഷെ അതിനടിയിലേക്ക് എന്താണ് എന്നൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. രക്ഷാപ്രവർത്തകർക്ക് വലിയ വെല്ലുവിളിയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വെല്ലുവിളി നിറഞ്ഞ ഒരു രക്ഷാ ദൗത്യമാണ് ഇപ്പോൾ മുണ്ടക്കയിൽ നടക്കുന്നത്. അവിടെ കുറെ കൂടി ഉപകരണങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ഊർജിതമായ ശ്രമങ്ങൾ അങ്ങോട്ട് നടക്കുന്നുണ്ട്. അവിടേക്ക് കുറെ കൂടി ഹിറ്റാച്ചി പോലുള്ള വാഹനങ്ങൾ കൊണ്ടുവരാനുള്ള ദൗത്യം നടക്കുന്നുണ്ട്. സേനാ ഉദ്യോഗസ്ഥർ
ഉദ്യോഗസ്ഥർ കൂട്ടമായി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരും എല്ലാം അവിടെ സംഘടിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ പൂർണ്ണ തോതിലുള്ള ഒരു യുദ്ധകാലടിസ്ഥാനത്തിലുള്ള ഒരു രക്ഷാദൌത്യം മുണ്ടക്കൈയിലും പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നൊമ്പരപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ മുണ്ടക്കൈയും കടന്നു വേണം പുഞ്ചിരിമറ്റത്തെത്താൻ. പുഞ്ചിരിമറ്റത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഒരു ധാരണയും ആർക്കുമില്ല. നേരത്തെ ഒരാൾ ആ കാണുന്നതാണ് പുഞ്ചിരിമറ്റം എന്ന സ്ഥലം ഉണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞത്. അത് പൂർണ്ണമായും ഏതാണ്ട് ഒരു 50-ലധികം വീടുകളുള്ള ഒരു പ്രദേശം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ട ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് മുണ്ടക്കൈയിൽ നിന്ന് കാണാൻ സാധിച്ചത്. എന്തായാലും രക്ഷാദൌത്യം അവിടെ പുരോഗമിക്കുകയാണ്. ഇപ്പോഴുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ മഴവെള്ളപ്പാച്ചിൽ അല്ലെങ്കിൽ ഈ മുകളിൽ നിന്ന് താഴേക്കുള്ള ഈ വെള്ളപ്പാച്ചിലിന്റെ വേഗം കൂടിയിട്ടുണ്ട്, വെള്ളം ഉയരുന്നുണ്ട്. അത് ചെറിയ തോതിൽ പ്രതിസന്ധി ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ സേനാ ഉദ്യോഗസ്ഥർ വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് തന്നെ.